എൻ്റെ ഒരു പ്രവാസി ഫോളോവർ എനിക്കൊരു വോയിസ് മെസ്സേജ് അയച്ചായിരുന്നേ, നിങ്ങളൊന്ന് കേട്ടു വയ്ക്കൂ. സൗദി അറേബ്യയിലെ ജോലി ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ നാട്ടിൽ ജിമ്മിനൊക്കെ പോയിരുന്നു. ഇപ്പം അവിടെ റൂമിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്, ഡംബൽസും ബാറും എല്ലാതും ഉണ്ട്. റൂമിൽ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ലെവലിൽ സൈസ് ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു പൊടി കഴിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? നമ്മൾ റൂമിൽ ഇങ്ങനെ കളിക്കുമ്പോൾ പൊടി കഴിക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും? അല്ല ജിമ്മ് പോയി തന്നെ നിർബന്ധമുണ്ടോ? ഒന്ന് പറഞ്ഞു തന്ന സന്തോഷം. ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന പൊടി എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചാണ്. പ്രോട്ടീൻ പൗഡറിൽ തന്നെ പലതരം സാധനങ്ങളുണ്ട്. മാസ് ഗെയിനേഴ്സ് ഉണ്ട്, വേ പ്രോട്ടീൻ ഉണ്ട്. ഇവിടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത് വേ പ്രോട്ടീനെ കുറിച്ച് മാത്രമായിരിക്കും. നിങ്ങൾ വീട്ടിൽ വർക്കൗട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേ പ്രോട്ടീൻ കഴിക്കാം, വേ പ്രോട്ടീൻ കഴിക്കാം, ഒരു തെറ്റുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഞാൻ വേ പ്രോട്ടീൻ കഴിക്കാമെന്ന് പറയാനുള്ള റീസൺ എന്ന് പറയുന്നത് ചില പ്രവാസികൾക്ക് കുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, ഇല്ലെങ്കിൽ കുക്ക് ചെയ്യാനുള്ള ടൈം ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഡെയിലി പ്രോട്ടീൻ ഗോൾസ് മീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. ഈ സാഹചര്യത്തിൽ അവരുടെ ഒരു വേ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അവർക്ക് ഒറ്റ സ്കൂപ്പിൽ തന്നെ 24 മുതൽ 30 ഗ്രാം പ്രോട്ടീൻ വരെ കിട്ടും. ബ്രാൻഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാരി ചെയ്യാനും പറ്റും. നിങ്ങളുടെ പ്രോട്ടീൻ ഗോൾസ് മീറ്റ് ചെയ്യാനും വേ പ്രോട്ടീൻ ഹെൽപ്പ് ചെയ്യും. ഒരു ആവറേജ് പേഴ്സൺ ഒരു ദിവസം അയാളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 1 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കണം. ഉദാഹരണത്തിന് 50 കിലോ ഉള്ള ഒരാളാണെങ്കിൽ മിനിമം സ്കെയിലിൽ ഒരു 50 ഗ്രാം പ്രോട്ടീൻ എങ്കിലും കഴിക്കണം. അതേസമയം ഗൾഫ് പോലത്തുള്ള രാജ്യത്ത് പണിയെടുക്കുന്ന ആൾക്കാർക്ക് അത്യാവശ്യം നല്ല പണിയുണ്ട്. അതിൻ്റെ കൂടെ വർക്കൗട്ട് കൂടെ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ ബോഡി വെയിറ്റ് ഇൻറ്റു 1.5 to 2 ഗ്രാം എങ്കിലും മിനിമം നിങ്ങൾ പ്രോട്ടീൻ കഴിച്ചിരിക്കണം. ഫോർ എക്സാമ്പിൾ 50 കിലോ ഉള്ള ഒരാൾ 100 ഗ്രാം പ്രോട്ടീൻ എങ്കിലും ഒരു ദിവസം കഴിച്ചിരിക്കണം. നിങ്ങളുടെ നല്ല കാലം മൊത്തം ഗൾഫിൽ ചിലവാക്കി നാട്ടിൽ വന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ഗൾഫിൽ നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യ ചിലവുകൾ നമുക്ക് മാറ്റി വയ്ക്കാം. കുക്ക് ചെയ്യാൻ ടൈമുള്ളവർക്ക് ചിക്കൻ, എഗ്ഗ് പോലത്തുള്ള ആഹാരം കുക്ക് ചെയ്ത് കഴിക്കാം. ടൈം ഇല്ലാത്തവർക്ക് നല്ലൊരു വേ പ്രോട്ടീൻ യൂസ് ചെയ്യാം. പറ്റുവാണെങ്കിൽ ഇദ്ദേഹം ചെയ്യുന്ന കണക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ടും ചെയ്യാം. സ്റ്റേ സ്ട്രോങ്.